1930s സെറ്റ് ചെയ്തൊരു ഹിസ്റ്ററി ബേസ്ഡ് ഡ്രാമ കാണാമെന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്ത ഒരു വൻ സിംഹത്തിൻ്റെ മടയിലേക്ക്. അക്കാഡമി അവാർഡ് നോമിനേഷനൊക്കെ കിട്ടിയ പടമാണല്ലോ കണ്ടിട്ടാണ് സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷേ ട്വിസ്റ്റ് മേലെ ട്വിസ്റ്റ്. ഡയറക്ടർ റയാൻ കൂഗ്ലറുടെ സംവിധാനം മൈക്കിൾ ബി ജോർഡൻ. മൈക്കിൾ ബി ജോർഡൻ്റെ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ഈ പടം പ്രൈമിലുണ്ട്. സദേൺ ഗോത്തിക് വൈബ്സിൽ ഒരു സൂപ്പർ നാച്ചുറൽ ചിൽ പടമാണിത്. പടത്തിൻ്റെ പേര് സിന്നേഴ്സ്. 1930s മിസിസിപ്പി ഡെൽറ്റ ഏരിയയിൽ നടക്കുന്ന കഥയാണ്. വേൾഡ് വാർ 1 പങ്കെടുത്തിട്ട് തിരികെ നാട്ടിലെത്തിയ ഇരട്ട സഹോദരമായ സ്മോക്കും സ്റ്റാക്കും ചിക്കാഗോയിലൊക്കെ പോയി കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് തിരികെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ചെറിയൊരു പബ്ബ് സെറ്റപ്പൊക്കെ തുടങ്ങി. ജിം ക്രോയുടെയൊക്കെ സമയമായിരുന്നതുകൊണ്ട് കറുത്തവർക്കാർക്ക് വേണ്ടിയുള്ളൊരു പബ്ബായിരുന്നത്. അവിടേക്ക് കടന്നു വരുന്ന ചില അപ്രതീക്ഷിതരായ അതിഥികളാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. പിന്നെ അങ്ങോട്ട് ആകെ ജഗപോക. ബൈ ദ വേ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇനി എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ആൻഡ് ബാക്ക് ടു ദ സ്റ്റോറി. ക്രിയേറ്റീവ് സ്പീക്കിംഗ് വളരെ അംബിഷ്യസ് ആയ കഥാഖ്യാനമാണ്. US സൗത്തിൻ്റെ കൾച്ചറൽ റെസിസ്റ്റൻസ്, അവരുടെ ജീവിത രീതി, പൈതൃകം, ആഫ്രിക്കൻ അമേരിക്കൻസ്, ഐറിഷ് ഇമിഗ്രൻസ്, ചോക്ട എന്നീ നേറ്റീവ് അമേരിക്കൻ ഗോത്രങ്ങൾ എന്നിവയുടെ കെട്ട് ഉണഞ്ഞു കിടക്കുന്ന ഒരു ചരിത്രമൊക്കെ ഇതിൽ പങ്കുചേരുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ ഒരു ടാരന്റിനോ സ്റ്റൈൽ കാണാം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം പ്രീച്ചർ ബോയ് എന്ന കഥാപാത്രം ആ പബ്ബിൽ ബ്ലൂസ് പാടുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള സംഗീതമാണെങ്കിലും ഏത് കാലത്തിലെ സംഗീതമാണെങ്കിലും അവയ്ക്കൊരു ഹീലിംഗ് പവർ ഉണ്ട് എന്ന് കാണിക്കുന്ന വിഷ്വലൈസേഷനാണ്. ശരിക്കും ബ്ലൂസ് മ്യൂസിക് ഈ സിനിമയിലൊരു തുടക്കം മുതലേ ഒരു കഥാപാത്രമാണ്, അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഇത് 65mm IMAXിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടത് TV-യിലാണ്. തിയേറ്ററിൽ ചെന്ന് കാണേണ്ട സിനിമയായിരുന്നു മിസ് ചെയ്തത്. പക്ഷേ വിഷ്വൽ എഫക്ട്സ് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർബാണ്. ചുരുക്കം പറഞ്ഞാൽ ഹിസ്റ്ററി, റൊമാൻസ്, സൂപ്പർ നാച്ചുറൽ വൈബ്സൊക്കെ പെർഫെക്റ്റായി ബ്ലെൻഡ് ചെയ്ത് നല്ല ഫിൽറ്റർ കാപ്പി പിടിച്ച പോലത്തെ ഫ്രഷ് ആയിട്ടുള്ളൊരു സിനിമ. ഫ്ലാഷിംഗ് ലൈറ്റ്സ്, ന്യൂഡിറ്റി, വയലൻസ്, ബ്ലഡ് ആൻഡ് കോർ തുടങ്ങി 18+ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. സ്ട്രിക്ട്ലി അഡൾട്ട്സുള്ള സിനിമയാണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പ്രൈമിൽ കാണാൻ പറ്റും. സോ നെക്സ്റ്റ് പടം കണ്ടിട്ട് പറയാം. ബൈ.